ശ്രീരാജ് വിവരങ്ങൾക്ക്. മന്ത്രിസഭയിൽ അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് എലത്തൂർ എം.എൽ.എ. വിദ്യാ ബാലകൃഷ്ണന് വ്യാജ ഫോൺ കോൾ. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാം എന്നുമാണ് വ്യാജ ഫോൺ കോൾ വന്നത്. വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഫോൺ വിളി വന്നത്. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ആളുകളെ പറ്റിക്കാമെന്ന് കരുതേണ്ട എന്നും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും എം.എൽ.എ. പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കോൾ വന്നു, പല ആളുകൾക്കും കോൾ വന്നിട്ടുണ്ട്. അപ്പം അത് ബന്ധപ്പെട്ട ആളുകളായി സംസാരിച്ച ശേഷം അവർ തന്നെയാണ് പറഞ്ഞത് അത് പോലീസിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനൊരു ഫ്രോഡ് നടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ മന്ത്രിയാക്കാന്ന് പറയുമ്പം അവർ മിനിമം ഒരു ബോധം വേണം. അവർ സംസാരിക്കുന്നത് കേരളത്തിലാണ്, കേരളത്തിലെ ഒരു എം.എൽ.എയോടാണ് സംസാരിക്കുന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. കൂടുതൽ വിവരങ്ങളുമായി മുബാറക്ക് അവിടെ നിന്ന് ചേരുന്നു. മുബാറക്ക്, ഇതിപ്പം എപ്പോഴാണ് ഈ ഫോൺ കോൾ വന്നത്? കേരളത്തിലൊരു എം.എൽ.എ അങ്ങനെ പണം വാഗ്ദാനം ചെയ്തിട്ട് അല്ലെങ്കിൽ പണം കൊടുത്താൽ മന്ത്രിയാക്കാമെന്ന് പറയുകയും അത് കേരളത്തിന് പുറത്തു നിന്ന് ഒരാൾ അക്കാര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുക എന്ന് വെച്ചാൽ തീർത്തും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളായിരിക്കും എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. എന്താണ് അവർ കൂടുതലായിട്ട് പറയുന്നത്? ആരാണ് എന്നത് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും ധാരണ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സരീഷ്, അതായത് ജൂലൈ 6-നാണ്, ഈ മാസം ജൂലൈ 6-നാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ വിദ്യാ ബാലകൃഷ്ണൻ എം.എൽ.എക്ക് വരുന്നത്. എലത്തൂർ എം.എൽ.എ ആണ് വിദ്യാ ബാലകൃഷ്ണൻ. അങ്ങനെ ജൂലൈ 6-ന് ഒരു ഫോൺ കോൾ, അതായത് വാട്സപ്പിലൂടെയാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ വരുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷിലാണ് വിളിച്ചയാൾ സംസാരിച്ചതും. അയാൾ പരിചയപ്പെടുത്തിയത് താൻ പ്രിയങ്ക ഗാന്ധിയുടെ, അതായത് വയനാട് എം.പി. ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. തന്റെ പേര്, അതായത് രാജ്കുമാർ എന്നാണ് തന്റെ പേര് എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. അതായത് കേരളത്തിൽ ഉടൻ തന്നെ മന്ത്രിസഭ പുനഃസംഘടന വരുമെന്നും അതിൽ മന്ത്രിയായി വിദ്യാ ബാലകൃഷ്ണന് അവസരം നൽകാമെന്നും അതിനായി 3 കോടി രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു ഈ ഫോൺ കോളിലൂടെ. അങ്ങനെ ആദ്യം ഈ ഫോൺ സന്ദേശം വന്ന സമയത്ത് വിദ്യാ ബാലകൃഷ്ണന് ചെറിയ തോതിലുള്ള ഒരു സംശയം തോന്നുകയും പിന്നീട് കോൾ തുടരുന്ന സാഹചര്യത്തിൽ ആദ്യം വിദ്യാ ബാലകൃഷ്ണൻ 3 കോടി രൂപ നൽകാമെന്ന് സമ്മതിക്കുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു സംശയം തോന്നി പിന്നീട് AICC-യുമായിട്ടും അതുപോലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുമായിട്ടും നേരിട്ട് ബന്ധപ്പെടുന്നതും ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം വന്നു എന്ന സംശയം പ്രകടിപ്പിക്കുന്നതും. ഇതിനെ തുടർന്നാണ് AICC-യുടെ ഓഫീസിൽ നിന്നടക്കം വിശദീകരണം വന്നത്. ഇതൊരു വ്യാജ സന്ദേശം തന്നെയാണ്, പരാതി നൽകണമെന്നുള്ള സന്ദേശം വന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ജൂലൈ 11-നാണ് കോഴിക്കോട് സൈബർ സെല്ലിൽ വിദ്യാ ബാലകൃഷ്ണൻ പരാതിപ്പെടുന്നത്. ഈ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയ സമയത്ത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു കോള് വന്നത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് തന്നെ പോകുന്നതിനും അവിടേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുവരികയുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ സൈബർ സെൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇന്നൊരു പ്രതികരണം വിദ്യാ ബാലകൃഷ്ണൻ എം.എൽ.എയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതായത് കേരളത്തിലുള്ള ഒരു എം.എൽ.എയോടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്, അത്തരത്തിൽ വിഡ്ഢികളല്ല, അത്തരത്തിൽ പറ്റിക്കാമെന്ന് കരുതുകയും വേണ്ട, ഇതിന്റെ പിന്നിൽ കരുതി കൂട്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് സംഘം തന്നെയുണ്ട്, അതായത് നിയമ നടപടിയുമായി തന്നെ മുൻപോട്ട് പോകുമെന്നുള്ളതാണ് വിദ്യാ ബാലകൃഷ്ണൻ എം.എൽ.എ പറയുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ AICC-യുടെയും അതുപോലെ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളുടെയും പേര് പറഞ്ഞ് ഒരു ജനപ്രതിനിധിയെ പോലും തട്ടിക്കാൻ, അതായത് പറ്റിക്കാൻ ശ്രമം നടത്തുന്ന വലിയ തട്ടിപ്പ് സംഘങ്ങളുടെ ശ്രമങ്ങളെയാണ് ഇപ്പോൾ ഇത് പരാജയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അതായത് ഒരു ജനപ്രതിനിധിയെ തന്നെ പോലും പറ്റിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ എന്തായാലും സൈബർ സെല്ലും പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, നന്ദി മുബാറക്ക്. വിവരങ്ങൾക്ക് എന്തായാലും പോലീസ് അക്കാര്യത്തിൽ ഗൗരവത്തോടെ കാര്യങ്ങൾ കാണുകയും ആരാണ് ആ തട്ടിപ്പിന് പിന്നിൽ എന്നത് കണ്ടെത്തി തുടർ നടപടികളിലേക്ക് പോകുമെന്നും പ്രതീക്ഷിക്കാം.